Next question. The nurse is teaching a client with hypertension about lifestyle changes. Which statement by the client shows a need for further education? അതായത് ഒരു ഹൈപ്പർ ടെൻഷനുള്ള ഒരു ക്ലയൻറ്റിന് ഒരു നേഴ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ക്ലയൻറ്റിൻ്റെ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ പേഷ്യൻറ്റിന് ഫർദർ എഡ്യൂക്കേഷൻ ആവശ്യമാണെന്ന് നമ്മളത് അസസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഈ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ക്ലയൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഐ വിൽ റെഡ്യൂസ് മൈ സോൾട്ട് ഇൻടേക്ക്. യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് നീഡഡ്. അത് നമ്മൾ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റിന് നമ്മൾ എന്താണ് സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് കൊടുക്കുന്നത്. ഇത് സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കാൻ കാരണം സോഡിയത്തിന് BP കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ വി ഹാവ് ടു റെസ്ട്രിക്റ്റ് ദ സോൾട്ട് ഇൻടേക്ക് ഫോർ ദ ക്ലയൻറ്റ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് മനസ്സിലാക്കാം ക്ലയൻറ്റിന് കിട്ടിയ ടീച്ചിങ് എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതല്ല അപ്പം ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ഐ ക്യാൻ ക്വിറ്റ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും അത് എഫക്റ്റീവ് ടീച്ചിങ് ആണ് നമുക്ക് വ്യക്തമാക്കുന്നത്. കാരണം വെച്ചാൽ സ്മോക്കിങ്ങും ആൽക്കഹോളിസവും ഹൈപ്പർ ടെൻഷൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്, ഒരു മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ് സ്മോക്കിങ്ങും ആൽക്കഹോളിസും. സോ ഈ ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. തേർഡ് വൺ, ഐ വിൽ സ്റ്റാർട്ട് എ റെഗുലർ എക്സസൈസ് പ്രോഗ്രാം. ഒരു റെഗുലർ എക്സസൈസ് പ്രോഗ്രാം. നമുക്ക് ഹൈപ്പർ ടെൻഷൻ്റെ വേറൊരു മോഡിഫൈഡ് റിസ്ക് ഫാക്ടറാണ് ഒബേസിറ്റി. അപ്പോൾ ആ ഒബേസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ മെത്തേഡായിട്ട് നമ്മൾ ക്ലയൻറ്റിന് എന്ത് ചെയ്യുന്നു, എക്സസൈസ് റെജിമെൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ് ഞാൻ റെഗുലർ എക്സസൈസ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണം. അതിനർത്ഥം വെച്ചാൽ ക്ലയൻറ്റിന് കിട്ടിയ എഡ്യൂക്കേഷൻ എഫക്റ്റീവ് ആയിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ദ ലാസ്റ്റ് വൺ, ഐ ക്യാൻ ഈറ്റ് ആസ് മച്ച് പ്രോസസ്ഡ് ഫുഡ് ആസ് ഐ വാണ്ട്. അതായത് ക്ലയൻറ്റ് പറയുകയാണ് എനിക്കിഷ്ടമുള്ളതുപോലെ പ്രോസസ്ഡ് ഫുഡ്, അതായത് ജങ്ക് ഫുഡ്സ് എനിക്ക് ആവശ്യത്തോളം ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാം. അപ്പം അതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം പ്രോസസ്ഡ് ഫുഡ് എല്ലാം തന്നെ എന്തോന്ന് സോൾട്ട്, ഇപ്പോൾ പാക്കേജ്ഡ് ഫുഡ് എല്ലാം തന്നെ നമുക്ക് പാക്കിങ്ങിൽ കിട്ടുന്ന എല്ലാ ഫുഡും തന്നെ സോൾട്ട് റിച്ച് ഡയറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് എന്ത് ചെയ്യുന്നു, ഹൈപ്പർ ടെൻഷൻ്റെ ആ ഒരു റിസ്ക് ഫാക്ടർ കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും ക്ലയൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഫേർദർ ടീച്ചിങ് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ആ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രോസസ്ഡ് ഫുഡ് ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഗെറ്റിംഗ് ഓർ വേഴ്സണിങ് ദ കണ്ടീഷൻ ഓഫ് ദ ഹൈപ്പർ ടെൻഷൻ. സോ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവരെന്താണ് ചോദിച്ചിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ. ചിലപ്പം നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്കിവിടെ കറക്റ്റ് ആൻസർ, ചിലപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കറക്റ്റ് ആൻസർ. അത് പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ 2 വട്ടം നമ്മൾ വായിക്കണം. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ക്ലയൻറ്റ് ഷോസ് എ നീഡ് ഫോർ ഫർദർ എഡ്യൂക്കേഷൻ. ക്ലയൻറ്റിന് ഫർദർ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഐ ക്യാൻ ഈറ്റ് ആസ് മച്ച് പ്രോസസ്ഡ് ഫുഡ് ആസ് ഐ വാണ്ട്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ.